ഒരു എലമെന്റിൽ നിന്ന് പീക്ക് അറേ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഒരു പീക്ക് എലമെന്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇൻഡെക്സ് ഓഫ് 2 ആണ്. ഇൻഡെക്സ് ഓഫ് 2 എന്ന് പറയുന്നത് 3 ആണ്. 3 ആണ് പീക്ക് എലമെന്റ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്, അതായത് പീക്ക് എലമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ലെഫ്റ്റ് സൈഡ് വരുന്ന എലമെന്റും അതുപോലെ തന്നെ റൈറ്റ് സൈഡ് വരുന്ന എലമെന്റിനേക്കാളും ആ ഒരു എലമെന്റ് പീക്ക് എലമെന്റ് എന്തായിരിക്കണം, ഏറ്റവും ഹൈയിലുള്ള എലമെന്റ് ആയിരിക്കണം. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, പീക്ക് എലമെന്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻഡെക്സ് 2 ആണ്. ഇൻഡെക്സ് 2 എന്ന് പറയുന്നത് എലമെന്റ് 3 ആണ്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. ഇവിടെ ഇതാണ് അറേ എലമെന്റ്, ഇത്രയാണ് അറേ എലമെന്റ് വരുന്നത്. അപ്പൊ ഇതിന്റെ പീക്ക് എലമെന്റ് എന്ന് പറയുന്നത് ഇൻഡെക്സ് 5 ആണ്. ഇൻഡെക്സ് 5 എന്ന് പറയുമ്പോൾ അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. 6ന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന വാല്യൂവിനേക്കാളും റൈറ്റ് സൈഡിൽ വരുന്ന വാല്യൂവിനേക്കാളും കൂടുതൽ ഗ്രേറ്റർ, അതായത് വലിയ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. അതായത് 6ന്റെ നെയ്ബർ വാല്യൂസിനേക്കാളും കൂടുതൽ വാല്യൂ ഉള്ളത് ഈ ഒരു 6 എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റിനാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പീക്ക് എലമെന്റ് എന്ന് പറയുന്നത് 6 ആണ്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിളിൽ പീക്ക് എലമെന്റ് എന്ന് പറയുന്നത് 0 എലമെന്റ് ആയിരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഇവിടുത്തെ പീക്ക് എലമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഇതെങ്ങനെ നമ്മൾക്ക് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഇത് നമ്മൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ബൈനറി സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ സ്ട്രക്ചറിലുള്ള ബൈനറി സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ തന്നെ നമ്മുടെ പീക്ക് എലമെന്റിൽ ചില സമയത്ത് മൾട്ടിപ്പിൾ പീക്ക് എലമെന്റ് ഉണ്ടായിരിക്കും. എന്നാൽ നമ്മൾക്ക് മൾട്ടിപ്പിൾ പീക്ക് എലമെന്റിൽ ഒരേ ഒരു പീക്ക് എലമെന്റ് മാത്രം മതി എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്വസ്റ്റ്യന്റെ ക്ലിയർ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ബൈനറി സെർച്ച് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് അതിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു ബൈനറി ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് ബൈനറി ഫംഗ്ഷൻ. ലെഫ്റ്റ് 0യും ഇൻഡെക്സ് 0യും റൈറ്റ് എന്ന് പറയുന്നത് ലെങ്ത്തിൽ നിന്ന് -1 കുറയ്ക്കുന്നതാണ് റൈറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് വൈൽ ലൂപ്പിലോട്ട് അതിനെ പാസ് ചെയ്യുന്നു. വൈൽ ലൂപ്പിലോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് റൈറ്റിനേക്കാളും ലെഫ്റ്റ് എന്തായിരിക്കണം, എപ്പോഴും ഗ്രേറ്റർ ദാനോ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ആദ്യം അതിന്റെ മിഡ് കണ്ടുപിടിക്കുന്നു. അതായത് അരയുടെ മിഡ് ഉണ്ടല്ലോ, ആ മിഡ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. കാരണം നമുക്ക് ഈ ഒരു അരയുടെ മിഡ് കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു എലമെന്റ് കൂടുതൽ വലിയതാണോ ചെറുതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മളോട് പറയുന്ന ലോഗ് ഓ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൈനറി സെർച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ മിഡ് കണ്ടുപിടിക്കുന്നത്. മിഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ലെഫ്റ്റ് പ്ലസ് റൈറ്റ് കൂട്ടിയ ശേഷം അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിന്റെ മിഡ് കിട്ടും. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്, മിഡ് ഈക്വൽ ടു 0 അല്ല എങ്കിൽ അതിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് മോർ ദാൻ, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് മോർ ദാൻ -1, അതായത് ലെഫ്റ്റിലിരിക്കുന്ന വാല്യൂയേക്കാളും റൈറ്റിലിരിക്കുന്ന വാല്യൂ കൂടുതലാണെന്ന് ചെക്ക് ചെയ്യുന്നു. അതല്ല എങ്കിൽ അത് ഇൻഡെക്സ് 0 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. ഇതിൽ രണ്ടിലേതെങ്കിലും ട്രൂ ആയാൽ ഇതെന്താവും, ഇത് ട്രൂ ആവും. രണ്ടിലേതെങ്കിലും ട്രൂ ആയാൽ ഇത് ട്രൂ ആവും. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ രണ്ടാമത്തെ കണ്ടീഷൻ കൂടി നോക്കും. അതിനൊന്നിച്ച് തന്നെ ആൻഡ് കൂടിയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് മിഡ് ഈക്വൽ ടു ലെങ്ത്തിൽ നിന്ന് -1 കുറയ്ക്കുമ്പോൾ അത് ട്രൂ ആയാൽ, അല്ല എങ്കിൽ അതിൽ വരുന്ന ലെങ്ത്, അതായത് നമ്മൾക്ക് കിട്ടിയ മിഡ് ഇൻഡെക്സിൽ നിന്ന് നമ്മൾ ആ അറേ വാല്യൂ എടുക്കും. എന്നിട്ട് അതിൽ നിന്ന് കൂടുതലാണോ നമ്മളുടെ വാല്യൂ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന, നമ്മളുടെ മിഡ് വാല്യൂന്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന വാല്യൂയേക്കാൾ നമ്മളുടെ മിഡ് വാല്യൂയിൽ ഇരിക്കുന്ന വാല്യൂ കൂടുതലാണെന്ന് ചെക്ക് ചെയ്യും. അത് ഈ ഒരു കണ്ടീഷൻ കൂടി നോക്കും. അപ്പൊ ഇവിടെ ആൻഡ് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു കണ്ടീഷൻ കൂടി പാസ് ചെയ്യാനാണ്. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും, ആദ്യത്തെ കണ്ടീഷനും അതേപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷനും ട്രൂ ആയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മിഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ നമ്മൾ ആ ഒരു വാല്യൂ ആയിരിക്കും, അതായത് പീക്ക് എലമെന്റ് ആയിരിക്കും. നമ്മളോട് ഷോർട്ടഡ് അറേ അല്ല തന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു പീക്ക് വാല്യൂ എടുക്കാൻ പറ്റും. എന്നിട്ട് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, മിഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് മോർ ദാൻ 0 ആയിരിക്കും. അല്ല എങ്കിൽ കൂടാതെ ചിലപ്പോൾ എന്തായിരിക്കും, മിഡ് വാല്യൂ എന്ന് പറയുന്നത് അത് മിഡ് വാല്യൂയുടെ തൊട്ട് ബാക്കിലുള്ള വാല്യൂ അത് മിഡ് വാല്യൂയേക്കാൾ എന്തായിരിക്കും കൂടുതലാണെങ്കിൽ, മിഡ് വാല്യൂയേക്കാൾ കൂടുതലാണെങ്കിൽ റൈറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, നമ്മുടെ റൈറ്റിന്റെ ഇൻഡെക്സ് എന്ത് ചെയ്യും, മിഡ് വാല്യൂ പ്ലസ് മിഡ് വാല്യൂ -1 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഇൻഡെക്സ് റൈറ്റിലോട്ട് കൊടുക്കും. എന്നിട്ട് ആ ഒരു കണ്ടീഷനും ട്രൂ അല്ല എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ലെഫ്റ്റ് വാല്യൂ മിഡ് വാല്യൂ പ്ലസ് ഒന്നിച്ച് 1 കൊടുത്ത ശേഷം നമ്മൾ മിഡ് വാല്യൂ 1 ആക്കി മാറ്റി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ലെഫ്റ്റിലേക്ക് ആഡ് ചെയ്യും. ഈ ഒരു കണ്ടീഷൻ ഒന്നും പാസ്സായില്ല എങ്കിൽ എന്ത് ചെയ്യും, റിട്ടേൺ 0 ആണ്. അപ്പൊ ഇതാണ് കണ്ടീഷൻ, ഇതാണ് ബൈനറി സെർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ബൈനറി സെർച്ചിൽ പിന്നെ കുറച്ചൊക്കെ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കാണിച്ച എക്സാമ്പിൾ തന്നെയാണ്.
ഈ ഒരു അറേ ലിസ്റ്റിൽ പീക്ക് എലമെന്റ് എന്ന് പറയുന്നത് 5 or 1 ആണ്. കാരണം എന്ന് വെച്ചാൽ 5 ആണ് നമ്മുടെ പീക്ക് എലമെന്റ്, ലെഫ്റ്റ് സൈഡിൽ വരും 5 ഇൻഡെക്സ് ആണ്, ഈ ഒരു 6 ആണ് പീക്ക് എലമെന്റ്, ലെഫ്റ്റിൽ വരുന്നതും റൈറ്റിൽ വരുന്നതും 6യേക്കാളും ചെറുതാണ്. ഈ ഒരു വാല്യൂയിലും ഏതാണ് പീക്ക് എലമെന്റ്? പീക്ക് എലമെന്റ് എന്ന് പറയുന്നത് ഇൻഡെക്സ് 5 ആണ്. ഇൻഡെക്സ് 5 ആണുള്ള കാരണം എന്ന് വെച്ചാൽ ലെഫ്റ്റ് എലമെന്റ് റൈറ്റിനേക്കാളും ചെറുതാണ്. ഓക്കെ. കൂടാതെ ലെഫ്റ്റ് നമുക്ക് ഇതിന്റെ പീക്ക് എലമെന്റ് എടുക്കാൻ പറ്റില്ല, കാരണം നെയ്ബർ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റ് സൈഡ് വലുതല്ലേ, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഒരു ഇൻഡെക്സ് വാല്യൂയിലും ഏറ്റവും പീക്ക് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇൻഡെക്സ് 0 ആണ്. കാരണം ഇൻഡെക്സ് 0 എന്ന് പറയുന്നത് റൈറ്റിനേക്കാളും വലുതാണ്, എന്നാൽ ഇൻഡെക്സ് 1 എന്ന് പറയുന്നത് ലെഫ്റ്റിനേക്കാളും ചെറുതായതുകൊണ്ട് ഫോർം എടുക്കാൻ പറ്റില്ല. ഇവിടെ പീക്ക് എന്ന് പറയുന്നത് ഒരു എലമെന്റ് മാത്രം ഉള്ളത് കൊണ്ട് അത് 0 ആയിരിക്കും.